പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ സെമിനാറിലെ അവസാനത്തെ ചർച്ചയാണ്. അത് ഈ നിരീശ്വരവാദ സിനിമകൾ എന്നാണ് 2 സിനിമകളെ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പ്രഭുവിൻ്റെ മക്കൾ ഇറങ്ങിയത് 2012 ആ കാലത്ത് തിയേറ്ററിലൊക്കെ ആ സിനിമ ഓടിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. പിന്നെ അത് CD-യിലാക്കിയാണ് എല്ലായിടത്തും വിതരണം ചെയ്തത്. നമ്മളൊക്കെ CD പ്രചാരകരായി മാറിയ കാലഘട്ടമാണ് 2012. നമ്മൾ ഓർക്കേണ്ടത് 2010 ശേഷമാണ് നമ്മുടെ കേരളത്തിലെ ഈ പുതിയ യുക്തിവാദത്തിൻ്റെ ആശയങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നത്. ആ സന്ദർഭത്തിൽ അതിന് സിനിമയും പൊതുരംഗത്ത് വന്നത്. അതായത് ആ സിനിമ നേരിട്ട് നാസ്തികത പറയുന്ന രീതിയിലാണ് സിനിമ മനസ്സിലാക്കാൻ സാധിച്ചത്. അത്രത്തോളം ഒരു പുതിയ ആൾക്കാർക്ക് ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നതിനേക്കാളും ആ സിനിമ കണ്ട നാസ്തികതയെക്കുറിച്ച് വ്യക്തമായ ധാരണ ആ സിനിമ തരുന്നുണ്ട്. അപ്പം ആ സിനിമയും ഇപ്പോൾ ഈ 2025 ഇറങ്ങിയ അപൂർവ പുത്രന്മാർ എന്ന സിനിമയും നിങ്ങൾ കാണണം. ആമസോൺ പ്രൈമിൽ ആ സിനിമ ഉണ്ട്. ഞാൻ 2 സിനിമ ഞാൻ കണ്ടതാണ്. ഈ രണ്ടാമത് ഇപ്പം ഈ പുതിയ സിനിമ അതൊരു തമാശ രീതിയിൽ കോമഡി രംഗത്തൂടെയാണ് ഈ മതപ്രചാരത്തെ മതപൗരോഹിത്യത്തെയും മതരീതികളെയും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 സിനിമയ്ക്കും ഈ നാസ്തികത പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാനുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഈ ചർച്ചയിൽ പ്രഭുവിൻ്റെ മക്കൾ എന്ന സിനിമ എടുത്ത സജീവ് അന്തിക്കാട് ഇവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രമോദ് പടിയത്ത്, പയസ് പോൾ, ഈ മുകേഷ് ലാൽ. നമുക്ക് സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഈ യുക്തിവാദ പ്രചരണ മേഖലയാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ സംസാരിക്കട്ടെ. ആദ്യം മുകേഷ് ലാലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, സജീവേട്ടൻ സിനിമയിലെ നിരീശ്വരവാദം എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ അറിയാവുന്ന ആളല്ല ഞാൻ. എന്നിരുന്നാലും ആ പ്രഭുവിൻ്റെ മക്കൾ സിനിമയിൽ ഞാൻ കൂടി ഭാഗമായിരുന്നു. സജീവേട്ടൻ തന്നെയാണ് അതിൽ എന്നെ കൊണ്ടുവന്നത്. ഇപ്പോഴും ആ സിനിമ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ 13 വർഷം മുമ്പ് ഇറങ്ങിയ ആ സിനിമ ഇപ്പോഴും മാസത്തിൽ 3-4 തവണയെങ്കിലും എന്നെ പലരും വിളിച്ച്, 4 തവണ ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാണ് എന്നെ വിളിച്ച് പലരും ഓർമ്മിപ്പിക്കും. കാരണം അതിലൊരു പ്രധാനപ്പെട്ട ഒരു പത്രസമ്മേളനത്തിൻ്റെ ദൃശ്യം, ആ ദൃശ്യത്തിൽ അവർ വിശദീകരിക്കുമ്പോൾ പത്രസമ്മേളനം നടത്തുന്ന വിനയ് ഫോർട്ടും ജുജോയ് എന്നോടൊരു ചോദിക്കുന്നു, താങ്കൾ പത്രക്കാരൻ എന്ന നിലയിൽ ചോദിച്ചിട്ടുണ്ട്, അതിൽ പത്രക്കാരനായിട്ടായിരുന്നല്ലോ, ഒരു ചോദ്യം ചോദിക്കണം, താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ എന്ന് പറഞ്ഞ്. ആ സിനിമ ഇറങ്ങി ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ സിനിമ ഇറങ്ങിയിട്ട് ആ സമയത്തൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. എന്നതുപോലെ തന്നെ ആ രംഗവും ഇപ്പോഴും പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ ദൃശ്യം ഒരു 1.5 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള ദൃശ്യം, അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ കുറേ ട്രോൾ ചേർത്ത് അത് പലർക്കും പലതും പറയാനും അവരുടെ ഭാഗങ്ങൾ വിശദീകരിക്കാനും എല്ലാമായി ആ സിനിമയുടെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പലരും വരുന്നുണ്ട്. ഇപ്പോൾ ഈ വാട്സപ്പ് കൂടി ആയപ്പോൾ അത് വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നത് ആ പ്രഭുവിൻ്റെ മക്കൾ സിനിമയിലെ ചില ഭാഗങ്ങളെങ്കിലും സിനിമ കാണാത്തവർ പോലും കേരളത്തിലെ വലിയൊരു ശതമാനം ആളുകൾ ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ അർത്ഥം ഒരു വലിയ സന്ദേശം ആ സിനിമയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ആ സിനിമയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് കൂടുതൽ പ്രചരിക്കുമ്പോൾ പറയാനുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് 13 വർഷം മുമ്പ് ആ സിനിമ എടുത്തതുപോലെ അത്ര ലാഘവത്തോടെ ഈ കാലഘട്ടത്തിൽ എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സിനിമ പ്രദർശിപ്പിക്കാനും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാം വളരെ നമ്മൾ കരുതും കൂടുതൽ പുരോഗമനപരമായി ചിന്തിക്കുകയല്ലേ, കൂടുതൽ ആളുകൾ ഇതിനെ കൂടി വിശാല മനസ്സോടുകൂടി കാണും എന്നെല്ലാം ചിന്തിക്കുന്നതിനപ്പുറം നമ്മളുടെ മനസ്സും ചിന്താഗതിയും എല്ലാം ഇടുങ്ങിപ്പോയി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളുടെ താഴെയുള്ള കമൻറ്റിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ അങ്ങേയറ്റം വർഗീയതയോടുകൂടി പറയുന്നുണ്ട്, അങ്ങേയറ്റം മതപരമായി ചിന്തിക്കുന്നവരുണ്ട്. ആ രീതിയിൽ കാണുന്ന രീതിയിൽ മനസ്സ് ഇടുങ്ങിപ്പോയി 13 വർഷത്തിന് ശേഷം നമ്മുടെ മലയാളത്തിൻ്റെ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.
എനിക്ക് സജീവേട്ടൻ എങ്ങനെയാണ് അത് കാണാമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ വ്യക്തിപരമായിട്ടൊരു സാധനം പോലും അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് പോലും പോസ്റ്റ് ചെയ്താൽ അതിനെ മതപരമായി, രാഷ്ട്രീയപരമായി, അതിൽ വർഗീയതയുണ്ടോ, അതിൽ സ്ത്രീകളെ അവഹേളിക്കുന്നുണ്ടോ, അതിൽ ദളിത് വിരുദ്ധ പരാമർശമുണ്ടോ എന്നെല്ലാം മുടിനാരിഴ കീറി പരാമർശിച്ച് ആ പറയുന്നവനെ കൊന്നു കൊലവിളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഞാനൊരു മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നു. ഒരു വാർത്ത കൊടുക്കുമ്പോൾ പോലും അതിലെ ഒരു വരിയിൽ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ഒരു സമൂഹ മാധ്യമ പോസ്റ്റിൻ്റെ കീഴിൽ ഒരു കമൻ്റ് ഇടുമ്പോൾ അതിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കും. ബോഡി ഷെയ്മിങ്, അങ്ങനെ നൂറായിരം കല്ലുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്. ഈ കണ്ണട എന്ന് പറയില്ലേ, പലതരം കണ്ണടകളുണ്ട്. ആ കണ്ണടകളെല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് വേണം ഒരു കാര്യം പറയാൻ. ആ ഒരു കാലഘട്ടത്തിൽ സജീവേട്ടൻ ചെയ്ത സിനിമ വലിയ രീതിയിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു. എനിക്കറിയാം ആ സിനിമ തിയേറ്ററിൽ എത്രമാത്രം ആളുകൾ അന്ന് കണ്ടിരുന്നു. പക്ഷേ പിന്നീട് ആ സിനിമ യൂട്യൂബിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോൾ എത്രമാത്രം ആയിരം ആളുകൾ, അത് 10,000ങ്ങളിലേക്ക് കടന്ന് വാട്സപ്പിലൂടെ ആകുമ്പോൾ അതിനേക്കാൾ ലക്ഷങ്ങളായി ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ അത്തരം വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്നിരുന്നാൽ പോലും അതിനുശേഷം അങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ ആളുകളുടെ ഉള്ളിലേക്ക് ഒരു സ്പാർക്ക് എറിഞ്ഞു കൊടുക്കുന്ന ആളുകൾ, വിശ്വാസികളോ അവിശ്വാസികളോ നിരീശ്വരവാദികളോ എന്തോ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ചിന്താശകലം ഇട്ട് കൊടുക്കുന്ന ഒരു സിനിമ വന്നിട്ടില്ല. നേരെ മറിച്ച് മറുപുറത്ത് വിശ്വാസത്തെയും അല്ലെങ്കിൽ അതിൻ്റെ തീവ്രതയെയും മനുഷ്യൻ്റെ ഉള്ളിലെ ആ ഒരു ഏതാണ് വീക്ക് പോയിൻ്റ്, നന്ദനം പോലെ, കാന്താര പോലെ, അതുപോലുള്ള സിനിമ വരുമ്പോൾ അത് കോടികളിലേക്ക് വാണിജ്യപരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നിരുന്നാൽ പോലും ഒരു വലിയ വിഭാഗം അത് കാണുന്നുണ്ട്. എനിക്കും കൂടി പറയാനുള്ളതാണ് ഇത് എന്ന്, പക്ഷേ പറയാൻ ഭയമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഒരു തിരുനാളമായിട്ടെങ്കിലും നീട്ടാനും ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സിനിമ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഫലപ്രാപ്തിയിൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ചർച്ചാ വിഷയം സിനിമയിലെ നിരീശ്വരവാദമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി സജീവേട്ടൻ്റെ കാഴ്ചപ്പാടുകൾക്ക് സജീവേട്ടൻ തന്നെ പറയും. കാരണം എല്ലാവർക്കും ഓരോ കാഴ്ചപ്പാടുകളുണ്ട്. നേരെ മറിച്ച് വിശ്വാസികളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടുള്ള സിനിമയൊന്നും ആയിരുന്നില്ല. ഒരു പറയുന്ന നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ പറയാനുള്ളത് കൃത്യമായി അതിൻ്റെ തിരക്കഥ കൂടി ചെയ്യുന്നൊരു സംവിധായകൻ എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് എത്രമാത്രം ഹോംവർക്ക് ഉണ്ടായി എന്നുള്ളത് അറിയാൻ കഴിയും. കാരണം ഞാൻ സജീവേട്ടനെ ആ സിനിമ ഇറങ്ങുന്നതിനേക്കാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഓരോ തവണയും അതിനെക്കുറിച്ചുള്ള ചർച്ചയും അത് ഉരുക്കഴിക്കുകയും അത് അങ്ങനെ ആ കാലഘട്ടത്തിൽ കടന്നു പോകുന്നതൊക്കെ കണ്ടൊരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ആ പറയാനുള്ള കാര്യം കൃത്യമായി തൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് പറഞ്ഞ് അത് ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളട്ടെ, ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആ സംവിധായകൻ്റെ കാഴ്ചപ്പാട് ഇപ്പോഴും ഫലപ്രദമായി തന്നെ എത്തിയിട്ടുണ്ട്, അതിൽ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സജീവേട്ടൻ സംസാരിക്കുക, അപ്പോൾ ചർച്ചയുടെ ആ രീതി അങ്ങ് പോകും. ഞാൻ അവസാനം സംസാരിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇത്തിരി മുമ്പാവാമെന്ന് വിചാരിച്ചു. പ്രധാനമായിട്ട് നമുക്ക് ഈ വന്നിട്ടുള്ള 3 അതിഥികളെ എനിക്ക് കൃത്യമായിട്ട് പരിചയപ്പെടുത്തണം. ഒന്ന് ഇപ്പോൾ സംസാരിച്ച മുകേഷ് ലാൽ എൻ്റെ സിനിമയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ക്ലിപ്പിൽ ചോദ്യം ചോദിക്കുന്ന നടനാണ് മുകേഷ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യം അല്ലേ? കർത്താവായ യേശുവിലാണോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. വളരെയധികം ക്ലിക്കായ, മുറിച്ചെടുത്തപ്പോൾ ഭയങ്കര ക്ലിക്കായ അത്. അദ്ദേഹം ഇവിടെ TCV എന്ന് പറഞ്ഞ തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ വേരുകളുള്ളൊരു ചാനലുണ്ട്. ആ ചാനലിൽ റിപ്പോർട്ടറായും വാർത്താ അവതാരകനായിട്ടും വർക്ക് ചെയ്യുന്ന ആളാണ്. TCV ഉള്ള എല്ലാ വീടുകളിലും അറിയുന്ന ഒരാളാണ് അദ്ദേഹം. അടുത്ത ആൾ പയസ് പോൾ സിനിമ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമയിൽ തന്നെയായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിലൊരു രംഗം എന്ന് പറയണത്, നമ്മുടെ സിനിമയിലെ യുക്തിവാദിയായ കഥാപാത്രം പണ്ട് പഠിച്ചിരുന്നൊരു കൂട്ടുകാരനോട് അവൻ്റെ മകൾക്ക് പേര് ശ്രുതി നമ്പൂതിരി എന്നിട്ടപ്പോൾ, എന്തിനാണ് നീ ശ്രുതി എന്നിടാതെ നമ്പൂതിരി എന്ന് വാല് വെച്ച് എന്ന് ചോദിക്കുന്ന ഒരു ക്യാരക്ടർ ഇവനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നീട് പല സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ ഷാമൻ എന്ന സിനിമയിലെ നായകനാണ്. സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, OTTയിൽ എത്തിയിട്ടില്ല, അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രമോദ് പടിയത്താണ് അടുത്ത ആൾ. നമ്മുടെ സിനിമയിൽ 1-2 സീനുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുക്തിവാദിയായ അതിലത്തെ കഥാപാത്രത്തിൻ്റെ ഒരു കുടുംബ
കുടുംബ പശ്ചാത്തലമുള്ളൊരു സീനിലാണ്, ഒരു ഫൈറ്റിംഗ് സീൻ, അതിലാണ് അദ്ദേഹം കൂടുതലായിട്ട് കാണുന്നത്. ഈ ഗായകനാണ്. അതുപോലെ കുറേ സിനിമകൾ ഇപ്പോഴും സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നൊരു സിനിമ അദ്ദേഹത്തിൻ്റെ അഭിനയിച്ച സിനിമ ഫിലിം ഫെസ്റ്റിവലിൽ, തൃശ്ശൂർ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ന് കളിച്ച്, അതിൻ്റെ പേരിലാണ് അദ്ദേഹം വരാൻ വൈകിയത്, അല്ലെങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഇവിടെ എത്തുമായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വിഷയം ശരിക്കും ഇന്ന് ഈ സമയത്ത് ലാസ്റ്റ് പരിപാടിയാണല്ലോ, അപ്പോൾ നമുക്കറിയാം കുറച്ച് പേര് ആളുകളൊക്കെ വീട്ടിൽ പോണ സമയമാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മളത് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ, അപൂർവ പുത്രന്മാർ എന്ന് പറഞ്ഞൊരു സിനിമയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണം. ഇപ്പോൾ യൂട്യൂബിലായാലും ഇത് വരുമ്പോൾ 10 ആൾ ഇങ്ങനെ അറിയുമല്ലോ ഇങ്ങനൊരു സിനിമ വന്നിട്ടുണ്ടെന്നുള്ളത്. ആ യൂട്യൂബ് കാണുമ്പോൾ ആളുകൾ അത് കൂടുതൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചർച്ച ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തീരുമാനിച്ചത്. ഇത് ഇവിടെ വേണം, നമുക്കൊരു അരമണിക്കൂർ ഇത് ഉണ്ടാവണമെന്ന് വിചാരിച്ചത്. ഈ സിനിമയുടെ ഈ അപൂർവ പുത്രന്മാർ ഇപ്പോൾ ഉള്ളത് ആമസോണിലാണ്, ഫ്രീ ആയിട്ടാണ്. എൻ്റെ ഒരു കഥ വളരെ രസകരമായൊരു കഥ. ഒരു പള്ളിയിൽ അധികം ആത്മാക്കളൊന്നുമില്ലാത്ത പള്ളിയാണ്, കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ അധികം പേരും ചിലപ്പോൾ ഒരു പക്ഷേ ചെറിയ ഇടവകയാകാം, അങ്ങനെ ഉണ്ടല്ലോ പള്ളികൾ. അപ്പോൾ ഈ പള്ളിയിൽ ഒരു സുവിശേഷകൻ്റെ പോലുള്ളൊരു കക്ഷിയുണ്ട്. ആളെ പേര് സോളമൻ എന്നാണ്. അപ്പോൾ ഈ സോളമൻ 2 കുരുത്തല്ലാത്ത പിള്ളേരുണ്ട്. ഇയാൾക്ക് സുവിശേഷമൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന പരിപാടിയാണ് ഉള്ളത്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ആശുപത്രിയിൽ പോകുമ്പോൾ ആശുപത്രിയിൽ വെച്ച് കൂടെ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരനാണ്. പ്രായമായിട്ട് അവരൊക്കെ 2 പേർക്കും പ്രായമായി. അപ്പോൾ അയാൾ പറയും, ഞാനിങ്ങനെ ആശുപത്രി വന്നു, എൻ്റെ ഈ മരണത്തിനെ പറ്റിയൊക്കെ പറയും. മരണത്തിനെ പറ്റി പറയും ഞാൻ എൻ്റെ ഡെഡ് ബോഡി, എൻ്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിന് കൊടുക്കും, അത് കർത്താവിന് ഇഷ്ടമാണ് ഒരു കാര്യമാണ്, വെറുതെ കളയണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വിചാരിച്ചു, അത് ശരിയാണല്ലോ, അപ്പോൾ എൻ്റെ ബോഡി എന്തിനാണ് അങ്ങനെ കളയുന്നത്, ഞാനും അങ്ങനെ ചെയ്യും എന്ന് നിശ്ചയിച്ച് രാത്രി അപ്പനും മക്കളൊക്കെ 2 അടിക്കുന്ന നേരത്ത് പറഞ്ഞു, മക്കളെ എനിക്കിങ്ങനെ ഒരു അവസാന ആഗ്രഹമുണ്ട്, നിങ്ങൾ എന്നെ സാധിപ്പിച്ച് തരണം, എൻ്റെ ബോഡി ഇങ്ങനെ ഡെഡ് ബോഡി എൻ്റെ മെഡിക്കൽ കോളേജിന് കൊടുക്കണം, അതൊരു പുണ്യകർമ്മമാണ്, ഉറപ്പ് താടാ മക്കളെ എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ഉറപ്പ് കൊടുത്തു. പിന്നെ ഇയാൾ പ്രായമായല്ലോ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾ മരിച്ചു, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. പിള്ളേർക്കാണെങ്കിൽ അമ്മയില്ല, അപ്പോൾ കുട്ടികളാകെ ടെൻഷനിലായി. ഈ പിള്ളേർ ഗുരുത്തില്ലാത്തവരാണെങ്കിലും അപ്പനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പള്ളിയിൽ അവിടെ ഒരു അച്ഛനുണ്ട്, ഒരു ഉടായിപ്പ് അച്ഛൻ, അശോകൻ എന്ന് പറഞ്ഞ ഒരു പഴയ നടനാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പിള്ളേരുടെ അടുത്തൊക്കെ വന്ന് സമാശ്വസിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ പഴയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല, ഈ ഡെഡ് ബോഡി കൊടുക്കണ കാര്യമൊന്നും അറിയില്ലായിരുന്നു. എല്ലാ ആൾക്കാരും വിശ്വാസികളും വന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി പള്ളിപ്പറമ്പിൽ കുഴിച്ചിട്ടു. വൈകുന്നേരം ഇവർ കിടക്കുമ്പോഴാണ് അപ്പം വന്നിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, അപ്പൻ്റെ ഡെഡ് ബോഡി നമ്മൾ കൊടുക്കാമെന്ന് അപ്പന് വാക്ക് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത് ശരിയാണോ എന്ന് ഇവർക്ക് തോന്നുകയാണ്. അങ്ങനെ ഇവർ അപ്പൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത്, പള്ളിയിലെ അച്ഛൻ്റെ അടുത്തിട്ട് പറയും, അച്ഛോ നമുക്ക് ആ ബോഡി വേണമല്ലോ, ഇവിടെ ഇട്ട കിടത്തി ശരിയാവില്ല, അത് അപ്പൻ്റെ ആത്മാവിന് ഗതി കെട്ടില്ല, അത് കൊടുക്കണം, അത് ഒരു മറ്റേ മെഡിക്കൽ കോളേജിൽ കൊടുക്കണം, സാത്താൻ്റെ സന്തതികളെ കടന്നു പോടാന്ന് പറഞ്ഞ് അവരെ ഓടിക്കും. അപ്പോൾ പോയി വീട്ടിൽ ചെയ്തിട്ട് ആലോചിക്കും, നമുക്ക് എന്തെങ്കിലും ചെയ്യണത്, അച്ഛനെ അറിയിക്കാണ്ട് നമുക്കിതൊന്ന് ആലോചിച്ചാലോ, നമുക്കിത് രഹസ്യമായിട്ട് പോയിട്ട് ആ ബോഡി അങ്ങോട്ട് എടുത്തിട്ട് അതിന് പറ്റിയൊരാളെ ഏൽപ്പിച്ച് അതങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാം എന്ന് പറഞ്ഞ് ഇവർ 2 പേരും ഈ ശവം കുഴിച്ചിട്ടോടത്തുനിന്ന്, അതായത് സംസ്കരിച്ച സ്ഥലത്ത് പോയിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ആ സമയത്ത് പള്ളിപ്പറമ്പിലേക്ക് ആ വഴി കൂടെ വന്നുകൊണ്ടിരുന്ന കപ്പ്യാർ എന്തോ ഒരു ഇനക്കം കേട്ടിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ കപ്പ്യാർ കാണുന്ന കാഴ്ച ഈ സോളമൻ എന്ന് പറഞ്ഞ മരിച്ച ആൾ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നതാണ്. അയാൾ സത്യത്തിൽ ഇവർ കുഴിച്ചെടുത്തത് നമ്മളിപ്പോൾ കഥ കേട്ടറിയാലോ. പക്ഷെ അയാൾ അങ്ങനെ നോക്കുമ്പോൾ പള്ളിപ്പറമ്പിലുണ്ടൊരു ഈ മരിച്ചു പോയ വ്യക്തി ഇങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കണ്. അപ്പോൾ ഇയാൾ തലകറങ്ങി വീണു. എന്നിട്ട് പിന്നീട് എല്ലാവരോടും പറഞ്ഞു, ഞാൻ കണ്ടതാണ്, സോളമൻ ഉയർത്തെഴുന്നേറ്റു. അത്രയ്ക്കും കർത്താവിന് പ്രിയപ്പെട്ടവനായിരുന്നു. അവൻ കാലത്തേറ്റ് വൈകുന്നേരം വരെ സുവിശേഷം പറഞ്ഞ് നടന്നിരുന്ന ആളാണ്, അത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് യുക്തിവാദികളെ പോലുള്ള ചില ആൾക്കാർ പറഞ്ഞു, അതൊന്നും ശരിയാവില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ലഹളയായി നേരെ അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട് പള്ളിപ്പറമ്പിൽ, ഇങ്ങനെ ആൾ ഉയർത്തെഴുന്നേറ്റൊക്കെ നമ്മൾ പറഞ്ഞ കഥ. അപ്പോൾ ആളൊരു തീരുമാനം പറഞ്ഞു. യുക്തിവാദികൾ സമ്മതിച്ചൊരു കാര്യമാണ്, യുക്തിവാദികളല്ല വിശ്വാസമില്ലാത്തവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കത് തുറന്നു നോക്കാം, ആളില്ല എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേറ്റു,
അത് ശവം ഇല്ലെങ്കിൽ ഉയർത്തേത്. ഇവരിത് അറിയാലോ, ചെന്ന് തപ്പിയപ്പോൾ ശവമില്ല. അപ്പോൾ യുക്തിവാദികളോടൊക്കെ ചോദിച്ചു ഇപ്പം എന്തായി സാധനം ഉയർത്തെഴുന്നിട്ടില്ല, ഇപ്പം വിശ്വാസം എന്താണെന്ന് പറഞ്ഞു. പിന്നെ ആ പള്ളി അവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടുന്നതാണ്, അവിടെ അങ്ങോട്ട് രക്ഷപ്പെടാണ്. പിന്നെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പള്ളിക്ക് കാശ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവർ തന്നെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. സോളമൻ്റെ പള്ളിക്ക് ഇങ്ങനെയാണെങ്കിൽ സോളമൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എത്ര കിട്ടും, എത്ര അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ വേറെ പബ്ലിസിറ്റി കൊടുത്ത് പള്ളി വരുന്നവരൊക്കെ ഇയാളുടെ വീട് വന്ന് നോക്കുന്നു. വീട്ടിൽ വന്നിട്ട് അപ്പോൾ അതൊരു മ്യൂസിയം പോലെയാക്കി ഇയാൾ ഇട്ടിരുന്ന അടിവസ്ത്രം വരെ അവിടെ ഉണ്ട് പ്രദർശിപ്പിച്ചിരിക്കുക. എന്നിട്ട് അതിൽ കാച്ചിട്ട് പ്രാർത്ഥിച്ച കുട്ടികളുണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രസകരമായ ഒരു സിനിമയാണത്. അപ്പോൾ ആ സിനിമ കുറച്ച് ഒരാളുകൾക്കൊരു രസം ഉണ്ടാവട്ടെ, അത് കണ്ടു കഴിഞ്ഞാൽ ചിന്തിക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ ചിരിക്കാനും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ വെക്കുണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് ഇനി രണ്ടുപേരുടെ കൂടി വാക്കുകൾ നമുക്ക് കേൾക്കാം. അവർ പ്രഭുവിൻ്റെ മക്കൾ സിനിമയിൽ സഹകരിച്ച കാലത്തുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാനീ പറഞ്ഞതുപോലെ പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറയുന്ന സിനിമയിൽ അത്ര പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമൊന്നുമല്ല കൈകാര്യം ചെയ്തിരുന്നത്. വളരെ ചെറിയൊരു 2 സീനിൽ വന്നു പോകുന്നൊരു ക്യാരക്ടർ മാത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷെ അന്ന് ഈ സിനിമ 13 വർഷം പൂർത്തിയാക്കിയ ഈ സമയത്ത് ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയം, അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. ഞാൻ അന്ന് ആസ്വദിച്ചിട്ടുള്ളത് ഈ ഏറ്റവും കൂടുതൽ അന്ന് സജീവേട്ടന് തൃശ്ശൂരിൽ 2 ഫ്ലാറ്റുകൾ ഉണ്ടായിരുന്നു. അന്ന് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറേ ആളുകൾ നിരന്തരം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഒത്തുകൂടുകയും ഈ സ്ക്രിപ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിലൊരു ദുരന്തം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അത്തരത്തിലൊരു സിനിമ അത് പ്രേക്ഷകനിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ട കഥാപാത്രത്തിന് അനുയോജ്യരായിട്ടുള്ള നടന്മാരെ തിരഞ്ഞെടുക്കാനും, മെയിൻ സ്ട്രീം എന്നുള്ള നടന്മാരെ തിരഞ്ഞെടുക്കാനും അദ്ദേഹത്തിനൊരു ചോയ്സ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് കൂടെ കുറേ നിന്നതുകൊണ്ടാണ് ആ സ്ട്രഗിളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ മെയിൻ സ്ട്രീമിലുള്ള പല ആളുകളും ഓക്കെ പറഞ്ഞതിന് ശേഷം കൂടുതൽ ചർച്ചകളിലേക്ക് പോകുമ്പോൾ വിഷയം ഇതാണ് എന്നറിഞ്ഞതുകൊണ്ട് പിന്മാറിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടാണ് അവസാനം അധികം പ്രസക്തരല്ലാത്ത അല്ലെങ്കിൽ പ്രശസ്തരല്ലാത്ത നടന്മാരിലേക്ക് നീങ്ങുകയും ഞങ്ങളെപ്പോലെ കുറേ പുതിയ ആളുകൾക്ക് അവസരം കിട്ടുകയൊക്കെ ചെയ്തത്. നേരത്തെ മുകേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ 13 വർഷങ്ങൾക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ ആ സിനിമ മുന്നോട്ട് വെച്ച വിഷയം അത് കൂടുതൽ പ്രസക്തമാവുകയും ആ ആളുകളുടെ കാഴ്ചപ്പാട് വീണ്ടും വീണ്ടും കൂടുതൽ ഇടുങ്ങിയ തലത്തിലേക്ക് വരികയും ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മുകേഷ് പറഞ്ഞതിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഒരു പൊതുവേദിയിലോ സോഷ്യൽ മീഡിയയിലോ തുറന്നു പറയണം എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അത് ഏതെങ്കിലും മതത്തിൻ്റെ ആളുകളെ വേദനിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ ഒരു ജാതിയുടെ, നിറത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ, അങ്ങനെ ഒരുപാട് തലങ്ങളിലുള്ള ആളുകളെ വേദനിപ്പിക്കാതെ നമുക്ക് ഇങ്ങനെ പറയാം എന്നതാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയം. ആക്സെപ്റ്റൻസി എന്ന് പറയുന്നൊരു സംഗതി തീരെ ഇല്ലാതായിരിക്കുന്നു. എന്തിനാ അകലേക്ക് പോകുന്നത്? നമ്മൾ കുറച്ച് മുൻപ് കണ്ട സംവാദത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അതായത് ഒരാശയം ഒരാൾ പറയുന്നു, മറ്റുള്ളവരെല്ലാവരും കേട്ടിരിക്കുന്നു. രണ്ടാമത് വരുന്ന ആൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു വാചകം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവരെല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു. ഈ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നു, അതിൻ്റെ താഴെ വന്ന് ഇപ്പോൾ ഈ സിനിമയുടെ ക്ലിപ്പുകൾ ഞാനും ശ്രദ്ധിക്കാറുള്ളതാണ്. പ്രഭുവിൻ്റെ മക്കളുടെ പല സീനുകളും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള പല കാര്യങ്ങളുടെയും അടിയിൽ വന്നിരുന്നിട്ട് വർഗീയവാദികളുടെ തെറിവിളികളാണ്. സജീവേട്ടൻ്റെ എനിക്ക് തോന്നുന്നു അച്ഛനും അച്ചാച്ചനൊക്കെ കുറേ തെറി കേൾക്കുന്നുണ്ടാവും. നമ്മൾ പറയാറില്ലേ, നമ്മുടെ മൺമറഞ്ഞു പോയ പിതാവിൻ്റെ പിതാവൊക്കെ കിടന്ന് തുമ്മുന്നുണ്ടാവും എന്ന് പറയും. കാരണം അത്രയ്ക്കും
തീരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു സമൂഹമായിട്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ നിർഭാഗ്യവശാലും നേരത്തെ പറഞ്ഞ പോലെ ഈ അപൂർവപുത്രന്മാർ എന്ന് പറയുന്ന സിനിമ കാണാനായിട്ട് നിർഭാഗ്യവശാൽ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും പറയാനുമില്ല. നിരീശ്വരവാദവും അല്ലെങ്കിൽ ഈ മതവാദവും ഒന്നും എന്തിൻ്റെ വിഷയമാണെന്നൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനും അറിയില്ല. പക്ഷെ ആ സിനിമ മുന്നോട്ട് വെച്ചിട്ടുള്ള അന്ന് സജീവേട്ടൻ കാണിച്ചൊരു ധൈര്യം, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു ഈ സിനിമ ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ല, ഇറക്കിയ പൈസ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള ആ ഒരു റിസ്കി എലമെൻ്റ് ഏറ്റെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ച ആ ഒരു തീരുമാനത്തിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക അംഗീകരിക്കുന്നത്. അന്ന് ഇത്രയും പുരോഗമനപരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന മലയാള സിനിമയുടെ ഒരു വലിയ കുതിച്ചുചാട്ടം നടന്ന ഒരു സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടൊരു സിനിമ ചെയ്യാനോ അതിൽ അഭിനയിക്കാനോ ധൈര്യമില്ലാതെ പോയ ആളുകൾക്കിടയിൽ നിന്നാണ് പുതിയ ഒരു സംവിധായകൻ പുതിയ കുറേ ആളുകളെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആശയം അത് കുറേ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു തീരുമാനത്തോട് ഇത്തരത്തിൽ പ്രഭുവിൻ്റെ മക്കൾ എന്നൊരു സിനിമ ചെയ്തത്. അപ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ട് പിൽക്കാലത്ത് തൊട്ടും തൊടാതെയും ചില സിനിമകൾ വന്നതായിട്ട് നമുക്ക് കാണാം. അതിലും ആശയപരമായിട്ട് അല്ലെങ്കിൽ വ്യക്തമായ ഒരു തീരുമാനം മുന്നോട്ട് വെച്ചുകൊണ്ടല്ല, അവിടെ ഇവിടെയൊക്കെ തൊട്ടും തൊടാതെയൊക്കെ പറഞ്ഞു പോയിട്ടുള്ള ചില സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായും ഇത്തരത്തിലുള്ളൊരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ സജീവേട്ടൻ തന്നെ പറഞ്ഞുകൊണ്ട് സജീവേട്ടൻ ചെയ്ത സിനിമയ്ക്ക് ശേഷം ഒരുപക്ഷെ അപൂർവപുത്രന്മാരായിരിക്കും അത്തരത്തിലൊരു സിനിമയായിട്ടുണ്ടാവുക. അപ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഇതിൻ്റെ 13ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോഴും അന്ന് 13 വർഷം മുൻപ് ചെയ്ത ആ സിനിമയുടെ പ്രസക്തി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രസക്തി. അപ്പോൾ അത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സജീവേട്ടനും അതിന് ശേഷം അദ്ദേഹത്തിന് അധികം 2-3 സിനിമകളാണ് വീണ്ടും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ സത്യസന്ധമായ ഒരു വിഷയത്തെ അല്ലെങ്കിൽ സമൂഹത്തിനെ ബോധവൽക്കരിക്കുന്ന ഒരു വിഷയത്തെ മുൻനിർത്തി ഒരു സിനിമ ചെയ്ത് സമൂഹത്തിന് നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ എല്ലായ്പ്പോഴും വിസ്മൃതിയിലാണ്ട് പോകുകയാണ് പതിവ്. പക്ഷെ ഇപ്പോഴും സജീവേട്ടൻ്റെ സിനിമയും സജീവമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പയസ് എന്നാണ്. ഞാനൊരു ആക്ടറാണ്. ഈ സിനിമ ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ് പ്രഭുവിൻ്റെ മക്കൾ. അതായത് ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അങ്ങനെ ആദ്യമായിട്ടൊരു അവസരം കിട്ടിയ ഒരു സിനിമയാണ് പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറയുന്നൊരു സിനിമ. പക്ഷെ അവിടേക്ക് വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇന്ന് പ്രശസ്തരായ പല ആളുകളും, ടോവിനോ തോമസ്, അതേപോലെ തന്നെ വിനയ് ഫോർട്ട്, സുസിക, ഇവരൊക്കെ അന്ന് തുടക്കക്കാരാണ്. അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു സെറ്റ്, എല്ലാത്തിനും ഉപരി സജീവേട്ടൻ്റെ വലിയൊരു സാന്നിധ്യം, ശരിക്കും ഒരു കുടുംബാന്തരീക്ഷമായിരുന്നു. ഏകദേശം ഒരു 30-35 ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചിരുന്ന നരേന്ദ്രഭായി ഒക്കെ കൂടി അനുഭവിച്ചിരുന്നത്. ആദ്യത്തെ 2 ദിവസം 3 ദിവസത്തെ പകപ്പ് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരു സെറ്റായിരുന്നു ശരിക്കും പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റ്. ഇപ്പോഴും അതിൻ്റെ ഒരു പരിപാടി വയ്ക്കുന്നു എന്ന് കാണുമ്പോൾ, ഇപ്പോഴും ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അതിൻ്റെ ഒരു പരിപാടിയെ പറ്റിയോ അല്ലെങ്കിൽ അന്നത്തെ ഒരു ഓർമ്മകളെ പറ്റിയൊക്കെയുള്ള അയവിറക്കലുകൾ ഉണ്ടാവുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം മനസ്സിൽ നിറയാറുണ്ട്. പിന്നെ ഈ സിനിമേനെ പറ്റി പറയുമ്പോൾ സിനിമയുടെ രാഷ്ട്രീയത്തിനെ കുറിച്ചും അല്ലെങ്കിൽ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിനെ കുറിച്ചും പറയുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ഏറ്റവും അധികം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് ഇത്രയും ബോൾഡായിട്ടും ഫേമായിട്ടും പറയാൻ ധൈര്യം കാണിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാര്യം പ്രമോദ് പറഞ്ഞ പോലെ തൊട്ട് മുമ്പുള്ള കുറേ സിനിമകളിൽ തൊട്ടും തടായതൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ വ്യക്തമായിട്ട് സജീവേട്ടൻ പറയുന്ന ആശയത്തെ പച്ചയ്ക്ക് തന്നെ പറയുന്ന ഒരു സിനിമയാണ് പ്രഭുവിൻ്റെ മക്കൾ. അതിൽ നായകന്മാരിൽ ഒരാളായ ജിജോയ് പറയുന്നുണ്ട്, നിങ്ങൾ 99% തള്ളിക്കളയുമ്പോൾ ഞങ്ങൾ 100% തള്ളിക്കളയുന്നു എന്ന് പറയുന്നതാണ് ആ സിനിമയുടെ നിരീശ്വരത്വം, മുന്നോട്ട് വയ്ക്കുന്ന നിരീശ്വരത്വം.
അത് വളരെ കൃത്യമായി മുഖത്തു നോക്കി ഒരു സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാതെ, ഒരിക്കലും സാമ്പത്തിക ലാഭം സജീവേട്ടൻ അതിൽ പ്രതീക്ഷിച്ചിട്ടില്ല, വ്യക്തമായി സമൂഹത്തിനോട് തുറന്നു പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിലൊരു സംവിധായകൻ എന്ന രീതിയിൽ സജീവ് അന്തിക്കാട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ചങ്കൂറ്റം അതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ സിനിമയുടെ രാഷ്ട്രീയം, സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം, ഇതിലേക്ക് കടക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ സിനിമ എനിക്ക് തോന്നുന്നു മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ദൈവമില്ല എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഏകദേശം ഒരു 25% സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രണ്ടാമതൊരു ചിന്താഗതി, പറ്റിക്കുന്നവരെ പറ്റിയും പറ്റിക്കപ്പെടുന്നവരെ പറ്റിയുമാണ് ഈ സിനിമ തുറന്നു കാണിക്കുന്നത്. പറ്റിക്കുന്നവരെ പറ്റിയും പറ്റിക്കപ്പെടുന്നവരെ പറ്റിയുമാണ് 75% ഈ സിനിമ തുറന്നു കാണിക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു 25% ദൈവമില്ല എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് പേഴ്സണലി ഞാൻ യോജിക്കാത്ത ഒരാളാണ്. കാരണം ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. യഥാർത്ഥത്തിൽ സിനിമയിൽ എൻ്റെ ഭാഗം പറ്റിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഈ 25% പറഞ്ഞു വെച്ച ഭാഗത്തിനോട് പൂർണ്ണമായി യോജിക്കാൻ പേഴ്സണലി എനിക്ക് എൻ്റെ മനസ്സ് അനുവദിക്കില്ല. കാര്യം അതീന്ദ്രിയമായ അല്ലെങ്കിൽ മുകളിൽ ഒരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്നെ വളരെ ഹോണ്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ പറ്റിക്കുന്നവരും പറ്റിക്കപ്പെടുന്നവരും സമൂഹത്തിൽ ധാരാളമുണ്ട്, എല്ലാ മതത്തിലും അതുണ്ട് എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ളൊരു ചിന്താധാര ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടുന്നൊരു മതസമൂഹത്തിൽ വരെ ദൈവത്തിനെ യഥാർത്ഥത്തിൽ കണ്ടുവെന്നും ദൈവം അവിടെയുണ്ട്, ദൈവം ഇന്നതാണെന്ന് പറഞ്ഞ് ആളുകളെ പറഞ്ഞു പറ്റിക്കുക, അല്ലെങ്കിൽ അത് വിശ്വസിക്കാത്ത ആളുകൾക്ക് വലിയ വലിയ ശാപങ്ങൾ വരുമെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ച് സ്വന്തം അണിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, പറ്റിക്കുന്ന ആളുകൾ. അതാണ് ഇതിലെ വില്ലൻ, സിനിമയിലെ വില്ലൻ. പിന്നെ ഞാൻ അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ അടക്കമുള്ള ആളുകൾ പറ്റിക്കപ്പെടുന്നവരാണ്. പറ്റിക്കപ്പെടുന്നവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിക്കുന്നവർ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു സമൂഹമാണ് പറ്റിക്കപ്പെടുന്നവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഇതിൽ മുകേഷ് അഭിനയിച്ചൊരു ക്യാരക്ടർ പറയുന്നുണ്ട്, ബാക്കി എല്ലാ ദൈവങ്ങളും തെറ്റാണെന്നാണ് പറയുന്നത്. ആരാണ്? കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ശ്രീ മുകേഷ് അഭിനയിച്ചൊരു ഭാഗം പറയുന്നത്. അതുപോലെ തന്നെ സലീമേട്ടൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ദൈവമില്ല പക്ഷെ അയ്യപ്പസ്വാമി ഉണ്ട് എന്നാണ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഇന്നതാണ് ദൈവം. എൻ്റെ മതത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താടി മുടിയൊക്കെ വെച്ച് ഒരു ആണിൻ്റെ രൂപമുള്ള ഒരാളാണ് ദൈവം എന്ന് പറഞ്ഞ് ചെറുപ്പം തൊട്ടേ വിശ്വസിപ്പിക്കുകയാണ്. ദൈവത്തിനെ മനുഷ്യനാക്കി ആ മനുഷ്യൻ്റെ ക്യാരക്ടേഴ്സാണ് ദൈവത്തിനുള്ളത്. നിങ്ങൾ ദൈവത്തിനെ ആരാധിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പിന്നാലെ പോയില്ലെങ്കിൽ, പള്ളിയിൽ പോയില്ലെങ്കിൽ ദൈവം നാളെ അത് കണക്കെടുത്ത് ആ പുസ്തകം നോക്കി നിങ്ങളെ വിധിക്കും എന്ന് പറയുന്ന രീതിയിൽ പേടിപ്പിച്ച് ഒരു സമൂഹം ഉണ്ടാക്കി, അതിൽ നിന്ന് ഉടലെടുക്കുന്ന രാഷ്ട്രീയം ഉണ്ടാക്കി, അതിലൂടെ നേട്ടം കൊയ്യുന്ന ഒരു വിഭാഗം, അതാണ് പറ്റിക്കുന്ന ആളുകൾ, പ്ലസ് ഈ പറയുന്ന പറ്റിക്കപ്പെടുന്ന ആളുകൾ. അപ്പം അതിനെതിരെ ശബ്ദിക്കുന്ന ഞാൻ കണ്ട ഏറ്റവും ശക്തമായ ഒരു സിനിമ തന്നെയാണ് പ്രഭുവിൻ്റെ മക്കൾ എന്നുള്ളത്. ആ സിനിമ ഇറങ്ങിയിട്ട് 13 വർഷം കഴിഞ്ഞിട്ടും ഈ പറയുന്ന പോലെയുള്ള തെറ്റായ രീതിയിലുള്ള തന്തയ്ക്ക് വിളി കമൻറ്റുകളല്ലാതെ ഈ പറയുന്ന പറ്റിക്കപ്പെടുന്നവരെ കുറിച്ചും പറ്റിക്കുന്നവരെ കുറിച്ചുമുള്ള തുറന്ന ചർച്ചകൾ ഇപ്പോഴും സമൂഹത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പേടിച്ച് മതത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു വിഭാഗം, വലിയ വിഭാഗം ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയിൽ ഉണ്ട് എന്നുള്ളതും വളരെ വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ സിനിമ നൽകുന്ന ആ രണ്ടാമത്തെ ആശയം, ഈ പറ്റിക്കുക എന്നുള്ള ആശയം, അതിന് വീണ്ടും അതിനെതിരെ പോരാടാനായിട്ട് സജീവേട്ടനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വലിയൊരു സന്തോഷം. കാര്യം ഇവിടെ വന്നപ്പോൾ ഏതോ പണ്ട് പഠിച്ചൊരു കോളേജിലേക്ക് തിരിച്ചു വന്നൊരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. അതായത് തിരിച്ചു വന്നൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുന്ന ഒരു അനുഭവമാണ് എനിക്കും ഇവിടെ വന്നുള്ള എല്ലാവർക്കും ഉള്ളത്. അത് നൽകിയതിന് താങ്ക് യു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നമുക്ക് അതായത് ഈ സിനിമ എന്ന് പറഞ്ഞ ഒരു വളരെ ജനകീയമായ ഒരു മാധ്യമം. നമ്മുടെ ഈ എനിക്കൊക്കെ തോന്നിയിട്ടുള്ള വെച്ചാൽ ഒരു 10,000 പ്രഭാഷണങ്ങളെക്കാലം ഒരു സിനിമ നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രഭുവിൻ്റെ മക്കളിൻ്റെ സിനിമയുടെ ചെറിയ പാർട്സുകൾ ഈ വാട്സപ്പിലും നമ്മൾ പലയിടത്തും ഓടുന്നുണ്ട്. അതിൻ്റെയൊക്കെ വ്യൂസ് നോക്കണം, വളരെയധികം ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. അപ്പം ഈ ജനകീയ മാധ്യമത്തെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഇപ്പോൾ 2025 ഇറങ്ങിയ ഈ അപൂർവ പുത്രന്മാരുടെ സിനിമയും അതിന് മുമ്പ് പ്രിയനന്ദൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു,
ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഒരു മനുഷ്യദൈവത്തിനെ പൊളിച്ചെടുക്കുന്ന ഒരു സിനിമയാണ്. ഇങ്ങനെ കുറേ സിനിമകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഈ താല്പര്യമുള്ള ആൾക്കാർ ഈ യുക്തിചിന്ത അല്ലെങ്കിൽ ഈ പ്രഭുവിൻ്റെ മക്കളിൽ ജാതി വ്യവസ്ഥയെ തുറന്നു കാട്ടുന്നുണ്ട്, മത അന്ധവിശ്വാസത്തെ വയ്ക്കുന്നുണ്ട്, ആൾദൈവങ്ങളെ അതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാ ഈ മേഖലകളും പ്രഭുവിൻ്റെ മക്കൾ സിനിമ കൈകാര്യം ചെയ്താണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പം ഈ ഇപ്പോൾ ഇറങ്ങിയ ഈ അപൂർവ പുത്രന്മാർ എന്ന് വെച്ചാൽ ഒരു പറ്റിക്കപ്പെടൽ എന്ന കാര്യത്തെ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അത് തമാശ രീതിയിൽ എടുക്കുന്നുണ്ട്, ജനങ്ങളെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഈ സിനിമ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത്തരം യുക്തിചിന്തയും കൂടെ പ്രചരിപ്പിച്ച് പോയാൽ സമൂഹത്തിൽ ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.